ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തൈത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജാനുവരി 2025 എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ഓരോ സോഡിയാക്കിനും എങ്ങനെയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ നോക്കുകയാണ്. ഓക്കെ, ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കത് നോക്കിയിട്ട് നിങ്ങളുടെ സോഡിയാക്ക് ഏതാണ് അത് ചൂസ് ചെയ്യാം നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹീലിംഗ് സെഷൻസിന് വേണ്ടിയിട്ടും ടാരറ്റ് റീഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏരിയസ് സോഡിയാക്ക് നിങ്ങൾക്ക് 2025 ജാനുവരി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു മാസം നിങ്ങളിലേക്ക് എന്താണ് വരാൻ പോകുന്നത്? മേടം രാശി. ഓക്കെ, കിങ് ഓഫ് സ്വർഡ്സ്, ദ ലവേഴ്സ്, 5 ഓഫ് കപ്സ്, ബോട്ടം എനർജി, 7 ഓഫ് വാൻഡ്സ് ആണ്. ഈ ഒരു ജാനുവരി എന്ന് പറയുമ്പോൾ പൊതുവെ തന്നെ ഒരു പുതിയ തുടക്കമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ സ്പെസിഫിക്കലി നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു പഴയ ഫേസിൽ നിന്ന് ഒരു ന്യൂ ഫേസിലേക്ക് കടക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ, നിങ്ങളുടെ ഫ്യൂച്ചറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നഷ്ടമായി പൊക്കോട്ടെ എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യു വോണ്ട് ടു മേക്ക് ഫ്രഷ് ചോയ്സസ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയം നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് വളരെ മെച്യൂർ ആയിട്ടുള്ള കണ്ടന്റുകളെയാണ്. മെച്യൂർ ആയിട്ടുള്ള കോണ്ടന്റുകൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ മെച്യൂർ ആയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ ഈവൻ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ കാണുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്, റീൽസ് ഒക്കെ. ഇത്രയും കാലവും നിങ്ങൾ വളരെ ലോ എനർജി കോണ്ടന്റ് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ചളി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളെ ബോഡി ഷെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്തിട്ടോ ഉണ്ടാക്കുന്ന കോമഡികൾ, അതൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെ മറ്റൊരാളുടെ വേദനയിൽ പരിഹാസം ഉണ്ടാക്കുക, ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ലോ വൈബ്രേഷണൽ എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ മെച്യൂറായിട്ട് ലോകത്തിനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മെച്യൂരിറ്റി തിങ്കിങ് വൈസ് ഉയരുന്നത് കൊണ്ട് തന്നെ നല്ല റിലേഷൻഷിപ്പുകളെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ റിലേഷൻഷിപ്സ് വേണ്ടാത്തത് പോയിട്ട്, ഈവൻ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്സും ഒക്കെ അതിലുണ്ടാവും. വേണ്ടാത്തതെല്ലാം നിങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ ആഗ്രഹിച്ചിട്ട് നഷ്ടപ്പെടുകയും വേണ്ടത് ദ റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് വളരെ മെച്യൂർ ആയിട്ട് ഒരു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള തോട്ടിൽ നിൽക്കുന്ന വ്യക്തികളെ തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഇതുപോലെ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് ജാനുവരിയിൽ എക്സ്പെക്ട് ചെയ്യാം. ജാനുവരിയിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന അഫർമേഷൻസും കൂടെ നമുക്ക് നോക്കാം. എവറിത്തിങ് ഐ നീഡ് ഇസ് വിത്തിൻ മീ. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാം ഉള്ളത്, പുറത്ത് അന്വേഷിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ടോറസ് ഇടവം രാശി, നിങ്ങൾക്ക് ജാനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് ഇമോഷൻസ്, 10 ഓഫ് മെറ്റീരിയൽസ്, മ്യൂസ് ഓഫ് വോയിസസ് ആൻഡ് 3 ഓഫ് വോയിസ്, ബോട്ടം എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള വെൽത്ത് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കമ്മിറ്റ്മെന്റ്, മനസമാധാനം, സ്റ്റെബിലിറ്റി, ഈ ഒരു വാക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഉണ്ടാവുക ജാനുവരിയിൽ.
സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട്, ഫ്രൂട്ട്ഫുൾ ആകുന്നുണ്ട് നിങ്ങളുടെ റിസൾട്ടുകളെല്ലാം. കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബില്ല് പാസ്സാകാനൊക്കെ തടസ്സം, എന്തെങ്കിലുമൊക്കെ ഒരു റിവാർഡ്, അംഗീകാരമൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതിനൊക്കെ തടസ്സമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ്. ഇമോഷണലി നിങ്ങൾ അത്ര മെച്യൂർ ആണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ യു ആർ ചാനലിങ് ഇൻ എ പോസിറ്റീവ് ഡയറക്ഷൻ. നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും ഈ ഒരു ജാനുവരിയിൽ. അത് നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് ആവാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഒരു ചൈൽഡ് ലൈക്ക് ഇമോഷൻസ്, അല്ലെങ്കിൽ എപ്പോഴും പ്ലസന്റ് ആയിട്ട് ആവശ്യത്തോടു കൂടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തെ നോക്കി കാണാനായിട്ട്, പരാജയങ്ങൾ ഉണ്ടാകുന്നതൊക്കെ പണ്ട് നിങ്ങൾക്കൊരു ഭയമായിരുന്നു, ഡീമോട്ടിവേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് കാര്യം വന്നാലും നിങ്ങൾ അതിനെ വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്താപരമായിട്ട് വളരെയധികം കോൺസെൻട്രേഷനും ഫോക്കസും മെച്യൂരിറ്റിയും വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ റിസൾട്ട് ഡബിൾ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. എങ്കിലും നിങ്ങൾക്കൊരു ഡീപ്പ് ഡൗൺ മനസ്സിനൊരു വിഷമത, ഇടയ്ക്കിടയ്ക്ക് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു മൂഡ് സ്വിങ് എനർജി സ്റ്റേജസ് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു ഹീലിംഗ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഒരുപാട് വിസ്ഡം കിട്ടുന്നുണ്ട്, ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് പാസ്റ്റിലെ കർമ്മകൾ നിങ്ങളിവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കർമ്മ ഫിനിഷ് ചെയ്യുന്നതിന്റെ റിവാർഡ് ഇവിടെ പാരലലി കിട്ടുന്നത് പോലെ തന്നെ കർമ്മകൾ അനുഭവിക്കുമ്പോൾ, അത് അനുഭവിച്ച് തീർക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമസ്ഥിതികളും നിങ്ങൾ ഏറെക്കുറെ അനുഭവിക്കുന്നുണ്ട്. അടച്ചുപോയ വാതിലുകൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴും എവിടെയോ കരയുന്നുണ്ട്. അതുകൂടെ ഒന്ന് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അഫർമേഷൻ ഫോർ ദ മന്ത്. ഇടവം രാശി, ഐ ലീവ് ഇൻ ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. അടഞ്ഞ വാതിൽ മാത്രമല്ല നിങ്ങൾക്കുള്ളത്, മറുവശത്ത് ഒരുപാട് തുറന്ന വാതിലുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇടവം രാശിയുടെ ഒരു ഡിഫോൾട്ട് എനർജി പോലെ തന്നെ നിങ്ങൾ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഗ്രാബ് ചെയ്യുന്നുണ്ട്. മിഥുനം രാശി, ജെമിനി സോഡിയാക്, നിങ്ങൾക്ക് ജാനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മൂൺ, പെർസെപ്ഷൻസ് മാറുന്നുണ്ട്, ഇമോഷൻസ് ആർ ഹൈ, വാട്ടർ എനർജിയാണ്. ഓക്കെ, മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള നേട്ടങ്ങൾ, സ്പെഷ്യലി ഫിനാൻഷ്യലി നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ സ്പെഷ്യലി നേട്ടം ഉണ്ടാകുന്നുണ്ട്. കാര്യം കാപ്രിക്കോൺ ഇസ് ആൻ അച്ചീവർ. ഏത് മാർഗത്തിലും അവർക്ക് അച്ചീവ്മെന്റ്സ് അവർ നേടിയെടുത്തിരിക്കും. അപ്പം സാറ്റർൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. ആൻഡ് വീനസ്, റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അഗെയിൻ മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്ത് വരുന്നുണ്ട്. ട്രൂ ലവ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവിലേക്ക് നിങ്ങൾ ടാപ്പ് ഇൻ ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾ ഇത്ര നാളും അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെയുള്ള ടോക്സിക് കണക്ഷൻസ് അല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇനി തൊട്ടുണ്ടാകുന്നത്. ദിസ് ഇസ് എ ന്യൂ എറ ദാറ്റ്സ് ബിഗിനിങ് ഫോർ യു. ക്രിയേറ്റീവ് ഫീൽഡുകളിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ, നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി പുറത്തു വരുന്ന എനർജി, സുഗന്ധങ്ങളോടൊക്കെ ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയം, ഫ്രാഗ്രൻസുകൾ, അതുപോലെ ഫ്ലവേഴ്സ്, ഇതിനോടൊക്കെ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകുന്ന സമയം. ആൻഡ് സസ്റ്റൈനബിലിറ്റി, റുട്ടീൻ ലൈഫ് വളരെയധികം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു പ്രയത്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നവർക്കാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഒരു ഡിസിപ്ലിൻ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾക്ക് ഗ്രോത്ത് തരാതെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും ഡിവേറ്റ് ചെയ്ത് നിങ്ങളിലേക്കാകുന്നുണ്ട്. അതായത് ഇത്രയും കാലങ്ങൾ നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ പേടിച്ച് മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്യും, അവരുടെ നീക്കം എന്താണ് എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട്. അത് തന്നെ നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരികയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുന്നത് പോലെ തന്നെ 7 ചക്രാസിന്റെ ഒരു ബാലൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഫർമേഷൻ ഫോർ യു,
ഈ മാസം. പെയിൻ ഇസ് പാർട്ട് ഓഫ് ഗ്രോയിങ്. വേദനകളിൽ നിന്നും നിങ്ങൾ ഒരുപാട് ലെസൺസ് ഉൾക്കൊണ്ടു. അതിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന മാറ്റമാണ് നിങ്ങൾക്കുള്ളത്. കാരണം 3 ഇവിടെ വന്നു. നിങ്ങളുടെ ഹൃദയഭേദകമായ ലെസൺസ് ഒക്കെ നിങ്ങൾ പഠിച്ചു ഇൻ എ ഹാർഡ് വേ. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടായിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ലക്ഷ്യബോധവും വന്നിട്ടുണ്ട്. യെസ്, ക്യാൻസർ രാശി, കർക്കിടകം രാശി, നിങ്ങൾക്ക് ഈ ജാനുവരി 2025 എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സക്സസ്. ഓക്കെ, ഏത് കാര്യം ചെയ്യുന്നതിലും വിജയിക്കാനുള്ള ഒരു ഡിറ്റർമിനേഷൻ. കാര്യം നിങ്ങൾ വളരെയധികം ഇമോഷൻസിനെ ആഴത്തിൽ പഠിച്ചവരാണ്. നിങ്ങളോളം ഇമോഷൻസിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നവര് വേറെ ഒരു രാശിയിലും ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഇമോഷൻസിനെ നിങ്ങൾ ടാക്കിൾ ചെയ്യാനായിട്ട് കൂടുതൽ ശക്തരായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കി അവന്റെ ഇമോഷൻസ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഈ ഒരു ബ്ലാക്ക് ക്യാറ്റ്, ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്നും അതിൽ പെട്ടിട്ടുള്ളവരാണെങ്കിൽ അതിൽ പുറത്തു വരാനുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഡിറ്റർമിനേഷനും വിൽ പവറും കൊണ്ട് നിങ്ങളിപ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ജീവിതത്തിൽ ഇപ്പോൾ മടിയിൽ നിന്നൊക്കെ പുറത്ത് വന്ന് ആക്ഷൻസ് എടുക്കുകയാണ്. ഓക്കെ, ഡിലിജൻസ്. എല്ലാ വിഷയത്തിനെയും നിങ്ങൾക്ക് മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കൂടി, അല്ലെങ്കിൽ പ്രശ്നത്തിൽ നിന്നും കുറച്ചൊന്ന് മാറി നിന്ന് നിങ്ങളുടെ തന്നെ ആ പ്രശ്നത്തെ കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വഴി ഒരുപാട് സൊല്യൂഷൻസ് വിസിബിൾ ആകുകയാണ്. അതുപോലെ തന്നെ സാഹചര്യത്തിനെ വേണ്ട വിധം യൂസ് ചെയ്യാൻ പഠിക്കുകയാണ്. നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ കുട്ടികൾ വെക്കേഷൻ ആകുമ്പോഴത്തേക്കിനും കൂടുതൽ ഫൺ ആക്ടിവിറ്റീസിന് പോകും, അല്ലെങ്കിൽ ആർട്ട് അല്ലെങ്കിൽ സ്പോർട്സ്, അവരുടെ പാഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അവർ ഉപയോഗിക്കും. ആ ഒരു 2 months സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് അവരങ്ങനെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ബാക്കിയുള്ള സമയങ്ങൾ അവരുടെ അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കൃഷിക്കാരൻ അവന്റെ പ്രധാനമായിട്ടുള്ള കൃഷിയുടെ വിളവെടുപ്പിന് ശേഷം അടുത്ത കൃഷി ഇറക്കുന്ന സമയത്തിന് ഗ്യാപ്പിൽ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഏതാണ് വിളവെടുക്കാൻ സാധിക്കുക അതിൻ്റെ ഒരു ചെറിയൊരു കൃഷിയും കൂടെ നടത്തുന്നു എന്ന് പറയുന്നത് പോലെ മാറി വരുന്ന സാഹചര്യത്തിനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ആൻഡ് ബോട്ടം എനർജി വരുന്നത് ഫ്ലോ ആണ്. ഒരു ഒഴുക്ക് ജീവിതത്തിൽ ഉണ്ടായി വരികയാണ്. കാരണം സ്റ്റക്നെസ്സിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മറികടന്നു. ആ ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. അതായത് തളം കെട്ടിക്കിടന്നിരുന്ന നടക്കാതെ പോയ പല ആഗ്രഹങ്ങൾക്കും ഒരു വിരാമം ഉണ്ടാവുകയാണ്. ആഗ്രഹ പൂർത്തീകരണം വരികയും അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഫ്ലോ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അഫർമേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു മാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഐ എം വർത്തി ഓഫ് ഫിനാൻഷ്യൽ അബണ്ടൻസ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യെസ്, ലിയോ, നിങ്ങൾക്കുള്ള ജാനുവരി 2025 റിസൾട്ട് ആണ് ചിങ്ങം രാശി. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ്. കണക്റ്റിംഗ് ടു യുവർ പാഷൻ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. 6 of Pentacles. ഫിനാൻസ് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതായിരിക്കും, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വരവും ചെലവും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ടാലി ആക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾക്ക് ഇതൊരു ലക്കി മന്ത് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആണ്, നിങ്ങൾക്കൊരു ഗ്രിപ്പ് ഉണ്ടാവുന്നുണ്ട്.
ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ വളരെ കാമായിരിക്കും. നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേറ്റിംഗ് എനർജി ഒക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾ വളരെ ശാന്തമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ആൻഡ് വൺ മോർ കാർഡ്, 10 ഓഫ് കപ്സ്. ഫാമിലി ഹാപ്പിനെസ്, കുടുംബ ഭദ്രത ഉറപ്പാക്കാൻ സാധിക്കുന്നു, സ്റ്റെബിലിറ്റി. ആൻഡ് ഇമോഷണലി വളരെ ഹാപ്പിയാണ്. ഈ ഒരു മാസം നിങ്ങൾ ടോട്ടലി കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇല്ല, മാരേജ് ഇഷ്യൂസ് ഇല്ല, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇല്ല. എല്ലാ രീതിയിലും ഈ ഒരു വർഷത്തിൻ്റെ തുടക്കം നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, അതായത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ചിട്ടോ ഫ്യൂച്ചറിന് വേണ്ടതായിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ നിങ്ങൾ നടത്തുന്നൊരു സമയമായിരിക്കും. നിങ്ങൾക്കുള്ള അഫർമേഷൻ ഈ ഒരു മാസം, പെയിൻ ഇസ് എ പാർട്ട് ഓഫ് ഗ്രോയിങ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ വിഷമസ്ഥിതികളെല്ലാം നിങ്ങൾ മറികടന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ലെസൺസ് നിങ്ങൾ പഠിച്ചത് വഴി ഡ്രാഗൺ എനർജി ഇവിടെ ഉണ്ട്. അതായത് ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്ക് എത്തുന്നുണ്ട്. യെസ്, വെർഗോ കന്നി രാശി, നിങ്ങൾക്ക് 2025 ജാനുവരി എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കറേജ്, ഓക്കെ, ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാകുന്ന ഒരു സമയം, മനോബലം അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ഒരു മടുപ്പൊക്കെ മാറി, ഡൗട്ട്, ഓക്കെ, ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുകയാണ്. അതായത് സോൾ പർപ്പസുകൾ റിവീലായി വരുന്നുണ്ട്. അതിൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നിങ്ങൾ നേടുന്നുണ്ട്. വാവ്, നമുക്കൊരു ലക്ഷ്മി യന്ത്ര പോലെയാണ് ഇതിൻ്റെ ഒരു എനർജി കാണാൻ സാധിക്കുക. അതായത് മെറ്റീരിയലിസ്റ്റിക്കൽ അബൻഡൻസ്, വെൽത്ത്, നമ്മൾ സമ്പത്ത്, ഐശ്വര്യം, ഇതൊക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. പേഷ്യൻസ്, ക്ഷമ, ആക്സെപ്റ്റൻസും ലെറ്റ് ഗോ ചെയ്യാനും ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആൻഡ് പെർസിവറൻസ്, നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊരു മനസ്സിലൊരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഏത് കാരണവശാലും എത്തിപ്പെടാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള ധൈര്യവും ക്ഷമയും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഡിറ്റർമിനേഷൻ, കറേജ്, പേഷ്യൻസ്, ഇതൊക്കെയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടൊരു ഫിനാൻഷ്യൽ ബാക്കപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു സംശയം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളിവിടെ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്, ഒരു തുടക്കം ഇടുന്നുണ്ട് എന്നുള്ളതാണ്. ജീവിതം മുന്നോട്ടേക്ക് കളർഫുൾ ആകും എന്നുള്ളൊരു ഹോപ്പ്, റൂട്ട് ചക്ര ഇവിടെ സ്ട്രോങ്ങർ ആകുന്നുണ്ട് നിങ്ങൾക്ക്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു മാസം വേണ്ടതായിട്ടുള്ള അഫർമേഷൻ നോക്കാം. ഐ എം ഇൻ ചാർജ് ഓഫ് മൈ ഓൺ സെൽഫ് വർത്ത്. യെസ്, അതായത് നമ്മൾ ഇത്ര നാളും ഒഴുക്കിനൊത്ത് എങ്ങനെയൊക്കെയോ നീങ്ങി പോയി എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിന് മാറ്റം വരികയാണ്. നിങ്ങളുടെ ആക്ഷൻസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം, റെസ്പോൺസിബിലിറ്റി വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഇനി നിങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. ലിബ്ര, നിങ്ങൾക്ക് എങ്ങനെയാണ് 2025 ജാനുവരി എന്നുള്ളത് നമുക്ക് നോക്കാം. തുലാം രാശി, ഓക്കെ, നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത്? Third eye chakra activation. Oh, wow. Spiritual enlightenment, awareness, അവബോധം, ഇൻഡ്യൂഷൻ സ്ട്രോങ്ങർ ആകാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും ഒരു പ്രഡിക്ഷൻ പോലെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ട്രയംഫന്റ് സക്സസ്, യെസ്, നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് എന്ന്, നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള സക്സസ്സുകൾ വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം.
ഇവിടെ എനിക്ക് വിഘ്നേശ്വരന്റെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ഈവൻ ദോ അത് റൂട്ട് ചക്രയുമായിട്ടാണ് കണക്റ്റഡ് എന്നുണ്ടെങ്കിൽ പോലും ജീവിതത്തിന്റെ പല തടസ്സങ്ങളും നീങ്ങി വളരെ സമാധാനമായിട്ട് അവസാനം നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് വേണ്ട റൈറ്റ് സ്പേസിലേക്ക്. ഓ മൈ ഗോഡ്, അവയർനെസ്, നമ്മളിതല്ലേ സംസാരിച്ചത്, തേർഡ് ഐ ചക്ര, ആൻഡ് ദിസ് ഈസ് ഓൾസോ ഗിവിംഗ് യു എൻ എനർജി ഓഫ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, magician energy and crown chakra energy. See, 1 new beginnings. എല്ലാ രീതിയിലും തുടക്കം, പുതിയ ജോബ്, പുതിയ റിലേഷൻഷിപ്പ്, ഓർ റിയൂണിയൻ ഇൻ ആൻ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, a new beginning in your life. ആൻഡ് ബോട്ടം എനർജി വരുന്നത് ഫേം ഫൗണ്ടേഷൻ. റൂട്ട് എനർജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആൻഡ് വി ഗോട്ട് റൂട്ട് എനർജി. വാവ്, ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുന്നുണ്ട്. സോ ഗണപതിയുടെ ഒരു എനർജി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. യു ഫീൽ സോ മച്ച് ഓഫ് ഹോപ്പ്. നിങ്ങൾ അവെയർ ആണ്, മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട്. ഇവിടെ ഒരു മാരേജിന്റെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ 4th ഹൗസ് ഇസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ എന്ന് പറയാം. 4th ഹൗസ്, ഈവൻ 1st ഹൗസ്, അതായത് വാഹനം വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്, പ്രോപ്പർട്ടി, അതൊക്കെ വാങ്ങിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവുക, പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്ന എനർജി, ന്യൂ ഐഡിയാസ്, ബേസിക്കലി ഇമോഷണലി ഫ്രഷ് ഫീൽ ഉണ്ടാവുക. വാവ് വാവ്. അഫർമേഷൻസ് ഫോർ യു ദിസ് മന്ത്. I use money in wise, fun ways. ഓക്കെ, ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്. ലിബ്ര ഇസ് ഓൾ അബൌട്ട് ബാലൻസ്. ആ ബാലൻസ് ജീവിതത്തിലും നിങ്ങൾ കണ്ടെത്തുന്നു. സ്കോർപിയോ, വൃശ്ചികം രാശി, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഈ ജനുവരി 2025 എന്ന് നമുക്ക് നോക്കാം. Wow, 4 of Wands. ഇത് മാരേജിന്റെ ഒരു എനർജിയാണ്, ഫൗണ്ടേഷൻ സ്ട്രോങ്ങർ ആക്കുന്ന എനർജിയാണ്. യുവർ 4th ഹൗസ് ഇസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുക, പുതിയ വാഹനം, പുതിയ വീട്, അഗൈൻ മാരേജ്, അത് സ്ട്രോങ് എനർജിയാണ് ഇവിടെ. ആൻഡ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഫ്രണ്ട്ഷിപ്പുകളിലോ ഒക്കെ ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നവരുമായിട്ട് ഒരു സെപ്പറേഷൻ വന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. പുതിയ ഐഡിയാസ് ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരേ കാര്യം തന്നെ ആയിരിക്കാം, പക്ഷെ അതിനെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാമെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണ്. ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് പാറ്റേണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോറിംഗ് വർക്ക് പ്ലേസ് എന്നുള്ളത് മാറ്റി അതിനെ റീപ്ലേസ് ചെയ്ത്, സെയിം സാഹചര്യങ്ങളായിരിക്കും പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. ഇന്റേണൽ കോൺഫ്ലിക്ട്സ് മനസ്സിൽ വന്ന് നിറയുന്ന കുറച്ച് സാഹചര്യങ്ങൾ, അത് നിങ്ങളുടെ പഴയ ഒരു നിങ്ങളെ ഉപേക്ഷിച്ച് പുതിയൊരു നിങ്ങളിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ, ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടേതായിട്ടുള്ള ശരികൾ കണ്ടെത്താനും നിങ്ങളുടേതായിട്ടുള്ള തെറ്റുകളെ ഒഴിവാക്കി കളയാനുമുള്ള ഒരു ഫൈറ്റാണ്. ഇനിഷ്യലി ഉണ്ടാകുന്ന ഒരു ഫൈറ്റാണ്. അത് നിങ്ങൾ തന്നെ സ്വയം സോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് എ ന്യൂ ബിഗിനിങ്. വാവ്. ജീവിതത്തിൽ പുതിയ വർഷം, പുതിയ തുടക്കം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ജോബ് നോക്കുന്നവർക്കാണെങ്കിൽ ജോബ് ലഭിക്കുന്ന, നിങ്ങളുടെ ബേർഡൻസ് ഒക്കെ ഒന്ന് മാറുന്നുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മേ ബി മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം പോലും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന അഫർമേഷൻസ് നോക്കാം.
പെയിൻ ഇസ് എ പാർട്ട് ഓഫ് ഗ്രോയിങ്. ഒരുപാട് പേർക്ക് വന്നിട്ടുള്ള സെയിം ആയിട്ടുള്ളൊരു അഫർമേഷനാണ്. കാരണം ഈ ഒരു ഇയർ എൻഡ് ശേഷം ന്യൂ ഇയർ ബിഗിനിങ്ങിൽ കുറേ ലെസൺസ് നിങ്ങൾ പഠിച്ച് ഒരു റിഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ലെസൺസ് എല്ലാം ഹാർഡ് വേ പഠിച്ചിട്ടുണ്ട്, പെയിൻ ത്രൂ തന്നെ. അങ്ങനെ വിഷമ സ്ഥിതിയിൽ നിന്നും നിങ്ങൾ ഉൾക്കൊണ്ട പാഠങ്ങൾ അത് നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ഫൗണ്ടേഷനിൽ തന്നെ ഉണ്ടായിരിക്കും. അതായത് അത് നിങ്ങൾ മറന്നു പോവില്ല എന്നുള്ളതാണ്. ഓക്കെ, ധനു രാശി, സജിറ്റേറിയസ് സോഡിയാക്, നിങ്ങൾക്കുള്ള ജാനുവരി 2025 റിസൾട്ട് എന്താണ് നമുക്ക് നോക്കാം. ന്യൂ ഇയറിൽ ദ ഫസ്റ്റ് മന്ത് നിങ്ങൾ എങ്ങനെ വെൽക്കം ചെയ്യുന്നു? Take time to breathe out, disseminating moon. ഓക്കെ, ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു സമയമാണ്. ബർഡൻസിൽ നിന്നൊക്കെ ഒന്ന് ബ്രേക്ക് ഫ്രീ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. വളരെ ലൈറ്റായിട്ട് തോന്നുന്ന സമയം. ചില വ്യക്തികൾക്കെങ്കിലും ഒരു വെക്കേഷൻ ട്രിപ്പൊക്കെ പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയം. സറണ്ടർ ടു ദ ഡിവൈൻ. ഓക്കെ, ഫുൾ മൂൺ ആണ്. മാനിഫെസ്റ്റേഷൻസിന് പറ്റിയ സമയമാണ്. ഒരു കാർമിക് സൈക്കിൾ എൻഡ് ചെയ്തിട്ട് ന്യൂ സൈക്കിളിലേക്ക് നിങ്ങൾ പോകുന്ന സമയം. അതായത് ജീവിതത്തിൽ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ മടുത്തു, നിങ്ങൾ ഇനി അവിടെ നിന്നൊക്കെ ഇറങ്ങി പോരുന്നുണ്ട്, നിങ്ങൾക്കൊരു പുതിയ ലൈഫ് വേണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. ഇത് നിങ്ങൾക്ക് നേട്ടങ്ങളും ജീവിതത്തിൽ അട്രാക്ട് ചെയ്ത് തരുന്നുണ്ട്. കാരണം ഫൈനലി നിങ്ങൾ സെൽഫ് ലവിലെത്തി. എമോഷൻസ് ആർ റണ്ണിങ് ഹൈ, സൂപ്പർ മൂൺ. ഓക്കെ, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള എനർജിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ബ്രേക്കപ്പ് സെനാരിയോ ഇവിടെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബട്ട് ഇമോഷൻസിൽ വരുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും ഈ വേരിയേഷൻസ് എല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ കാഷ്വൽ ആയിട്ട് എടുക്കാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം സങ്കടം ഇല്ലെങ്കിൽ സന്തോഷത്തിന്റെ മൂല്യം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് എപ്പോഴെങ്കിലും പറ്റുമില്ല. അത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ, അതായത് ഒരു അക്സെപ്റ്റൻസ് മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ന്യൂ മൂൺ ഇൻ സ്കോർപ്പിയോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിളൊക്കെ നിങ്ങൾ എൻഡ് ചെയ്യുന്നു എന്നുള്ളത്. യെസ്, അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളുടെ ഒരു റൂട്ട് കോസിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണ് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ആ ക്ലിയറിങ് സംഭവിക്കുന്നത്. ശരിക്കും ഇത് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്ന ഒരു സമയമായിട്ട് മനസ്സിലാക്കാം. ഒരു ഗിൽട്ടൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ പല വ്യക്തികൾക്കും മൂല്യം കൊടുത്തു, പല സാഹചര്യത്തിനും പ്രയോറിറ്റി കൊടുത്തു. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടൊന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെൽക്കമിങ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു യുവർ ലൈഫ്, വെൽക്കമിങ് ന്യൂ എനർജീസ് ടു യുവർ ലൈഫ്. പുതിയ സാഹചര്യം, പുതിയ വ്യക്തി, പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയ ജോലി, അങ്ങനെ എല്ലാത്തിൻ്റെ അകത്തും നിങ്ങൾ ക്ലീശകളെല്ലാം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു മാസം. ഐ എം നോട്ട് പെർഫെക്റ്റ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. യെസ്, അതായത് ഇവിടെ ഒരു സെൽഫ് വർത്ത് നഷ്ടമായി പോയ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ മറികടക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ബോഡി ഷെയ്മിങ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം അതിനെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറയുന്നു, നിങ്ങളൊരു പ്രാസംഗികനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നത് മാസ് ഓഫ് ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാനായിരിക്കാം. അപ്പം അവിടെ നിങ്ങളോട് ഏതോ ഒരു സാഹചര്യത്തിൽ പാസ്റ്റിൽ ആരോ പറഞ്ഞു നിങ്ങളുടെ ശബ്ദം മോശമാണെന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആ സ്വപ്നം തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച ഒരു നിലയിൽ, ഇതൊരു ഉദാഹരണമാണ്. ഇതുപോലെ ചെറിയ ഒരു ഷെയ്മിങ്ങിന്റെ പേരിൽ അല്ലെങ്കിൽ കളിയാക്കലിന്റെ പേരിൽ സ്വപ്നം തന്നെ ഉപേക്ഷിച്ചിട്ട് പോയ, അത് അറിയാതെയാണ് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലാതെ കോൺഷ്യസ്ലി പോലും അല്ല.
അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെത്തി ആ പേടികളിൽ നിന്നൊക്കെ നിങ്ങൾ ഉയരുകയാണ്. അതായത് നിങ്ങളുടെ പേടിയെക്കാട്ടിലും മൂല്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കുമുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾ ഉയരുന്ന ഒരു എനർജിയാണ്. ഓക്കെ, കാപ്രിക്കോൺ. കാപ്രിക്കോൺ സോഡിയാക് മകരം രാശി നിങ്ങൾക്ക് ഈ ജാനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. She wolf unleash the wild within. ഓക്കെ, വളരെ നിങ്ങൾ ഒഥന്റിക് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ ഒരു മറയില്ലാതെ നിങ്ങൾക്ക് പുറത്ത് പ്രദർശിപ്പിക്കാനായിട്ടുള്ള ധൈര്യം, അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളോട് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റുകളാണ് അല്ലെങ്കിൽ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞിരുന്നതെല്ലാം ആക്ച്വലി നിങ്ങളുടെ കേപ്പബിലിറ്റി ആണ്, നിങ്ങളുടെ കപ്പാസിറ്റി ആണ്, നിങ്ങളുടെ ഒരു ഗുണം തന്നെയാണ്, അതൊരു ഗുഡ് ക്വാളിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അതിനെ നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റുന്നുണ്ട്. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്ന പല കാര്യങ്ങളെയും നിങ്ങളിപ്പോൾ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട്. ഹാർട്ട് ഗാർഡിയൻ, ഹാർട്ട് ചക്ര ഹീലിംഗ് ഇവിടെ സംഭവിക്കുകയാണ്. ആൻഡ് റിലേഷൻഷിപ്പ് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ബേസിക്കലി ഇവിടെ ഒരു സെൽഫ് ലവ് വരുന്നുണ്ട്. സെൽഫ് ലവിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അത്രയും മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് മൂൺ. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് സ്ട്രോങ്ങർ ആവുകയാണ്. ഒരു സെൽഫ് ലവിലുള്ള ഒരു വ്യക്തിക്ക് അവനവന് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവനവൻ്റെ ഇന്നർ വോയിസ് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പല ദിവസങ്ങളിലും പല രീതിയിൽ ഇമോഷണൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ അതിൽ വളരെ ടെൻസ്ഡ് ആയിരുന്നു, വളരെ സ്റ്റക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്താണോ നിങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങളെ ഇനി സ്റ്റക്കാക്കുകയല്ല ചെയ്യുന്നത്, അതിനെല്ലാം നിങ്ങൾ എംബ്രേസ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ബോട്ടം എനർജി ട്രാവലർ. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ഇന്നർ ജേർണിയാണ്. ഇത് കൂടുതലായിട്ടും ചില വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു ട്രാവലിങ്ങും ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി എക്സ്പ്ലോറേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇതുവരെ സഞ്ചരിച്ചിരുന്ന ഒരു പാത്തിൽ നിന്നും ഒരു മടുപ്പ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ അത് ലക്ഷ്യമില്ല, അതൊരു വർത്തായിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു പാത്ത് എടുത്തതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളുടെ ഹൃദയം പറയുന്ന ആ റൈറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ നീങ്ങുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ പാഷനുമായിട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും പഠിക്കുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ 7 ചക്രാസിന്റെ ഒരു എനർജി, സ്പെഷ്യലി ഹാർട്ട് ചക്ര ആൻഡ് തേർഡ് ഐ ചക്ര നിങ്ങളിവിടെ അലൈൻഡ് ആക്കുകയും വളരെയധികം സ്പിരിച്വൽ ആവുകയും വളരെയധികം കർമ്മനിരതരാവുകയും ഡ്യൂട്ടി ഫോക്കസ്ഡ്, ഗോൾ ഫോക്കസ്ഡ് ആവുകയും അറ്റ് ദ സെയിം ടൈം യു സ്റ്റാർട്ട് ലവിങ് യുവർ ഡ്യൂട്ടി. നിങ്ങളുടെ ജോലിയെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാനായിട്ടും തുടങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് റിവാർഡ്സ്, അംഗീകാരം, പ്രശസ്തി ഇതൊക്കെ നേടിത്തരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അഫർമേഷൻസ് ഫോർ ദിസ് മന്ത്: ഐ റേഡിയേറ്റ് കോൺഫിഡൻസ്. യെസ്, നിങ്ങൾ നിങ്ങളെ നിങ്ങളായി തന്നെ സ്നേഹിക്കുന്നത് വഴി നിങ്ങളുടെ കോൺഫിഡൻസ് വല്ലാതെ ഉയരുന്നുണ്ട്. ഇതും നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളിലും നിങ്ങൾ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യാനും അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇരട്ടിയായി വരാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അക്വേറിയസ് സോഡിയാക് കുംഭം രാശി നിങ്ങൾക്ക് ജാനുവരി 2025 എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. Knight of Wands, 4 of Cups, King of Cups. Emotions are so high. Strength card വന്നിട്ടുണ്ട്, ഇൻഫിനിറ്റ് സ്ട്രെങ്ത്.
ആൻഡ് ബോട്ടം എനർജി വരുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ആക്ഷൻ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രയൽ ആൻഡ് എററിൽ നിങ്ങൾക്ക് ഫിനാൻസ് വരുന്നുണ്ട്, പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ നിങ്ങൾക്ക് കൂടുതൽ ഫിനാൻസും ചില പ്രവൃത്തികളിൽ നിങ്ങൾക്ക് കുറവ് ഫിനാൻസും വരുന്നുണ്ട്. അതായത് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ ആക്ഷൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം, അത് നിങ്ങളൊരു ട്രയൽ ആൻഡ് എറർ ഇവിടെ നടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. റിസ്ക് എടുക്കാൻ ഇപ്പൊ നിങ്ങൾ തയ്യാറായി. വെറുതെ ഇങ്ങനെ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിതം സ്റ്റക്ക് ആവുന്നുള്ളതിന്റെ റിയലൈസേഷൻ നന്നായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ ഒരു ഇൻഫിനിറ്റ് മെന്റൽ പവറിലേക്ക് ഉയരാനായിട്ട് ശ്രമിക്കുന്നത്. ആൻഡ് ഓൾസോ കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കും നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഈ ഒരു മന്ത്. കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് റിവീൽ ആക്കി തരും. അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ റിസൾട്ട് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ്. ദേഷ്യമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ നിങ്ങളുടെ കഴിവുകളെ കൂടുതലായിട്ട്, ബുദ്ധിയെ കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്, നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കൂടുതലും ചെയ്യുന്ന ഒരു കാര്യം. ഒരു നഷ്ടബോധം എന്നുള്ളതിനകത്ത് കുറച്ചൊക്കെ നിങ്ങൾ സ്റ്റക്കാണ്. എന്നാലും അത് ഒരു 90% സ്റ്റക്നെസ് ഒന്ന് മാറാനുള്ള എല്ലാ പരിശ്രമവും നിങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അതിലേക്കൊരു തോട്ട് വരുന്നുണ്ട്. പാസ്റ്റിലേക്ക് അൺവാണ്ടഡ് ആയിട്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പാസ്റ്റ് തോട്ട്സ് മനസ്സിൽ കൊണ്ടു നടന്നിട്ട്. അതൊന്നും കൂടെ ഒന്ന് പുറത്തു വരാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ആക്ഷനിൽ കൊണ്ടുവരിക. ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അഫർമേഷൻസ് ഫോർ ദ മന്ത്. The challenges I overcome have made me stronger and more compassionate. എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ സെയിം കാര്യമാണ്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചാലഞ്ചസ് എല്ലാം നിങ്ങളെ മനോബലമുള്ള വ്യക്തികളാക്കി മാറ്റിയിട്ടുണ്ട്. പെട്ടെന്നൊന്നും തളർന്നു പോകാത്തൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. പൈസസ് സോഡിയാക് മീനം രാശി നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. ജാനുവരി 2025 നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം. പേജ് ഓഫ് വാൻഡ്സ്. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ചലഞ്ചസ് ഒന്നും അധികം നിങ്ങൾക്ക് ഉണ്ടാവില്ല, വളരെ സ്മൂത്ത് ആയിരിക്കും നിങ്ങളുടെ പാത. സ്പെഷ്യലി കരിയറിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തൊക്കെയോ സബ്ജക്റ്റുകളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സ് നന്നായിട്ട് മാറുന്നുണ്ട്. അതായത് ഓക്കെ, ഈ കാര്യങ്ങളെയൊക്കെ ഇങ്ങനെയും കാണാം അല്ലേ എന്നുള്ള ഒരു തോട്ടാണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്നത്. അതാണ് നിങ്ങളുടെ ഒരു മേജർ തീം എന്ന് പറയുന്നത്. തേർഡ് ഐ ചക്രയുടെ ഒരു ആക്ടിവേഷൻ. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ്സിന് തടഞ്ഞു വെച്ചിരുന്ന കുറേ കണ്ടീഷൻസ്, അത് അങ്ങനെ ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുകയാണ് എല്ലാം നിങ്ങളുടെ ചിന്തയിൽ നിന്ന് തന്നെയാണ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ അവിടെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ്. ആൻഡ് ഓക്കെ, ഇത് ചില വ്യക്തികൾക്ക് അബ്രോഡ് ട്രാവൽ, especially in terms of career and education, career or education, new ideas, അങ്ങനെയൊക്കെ ഒരു എനർജിയാണ്. ഒരു റിസർച്ച് മോഡാണ്. നിങ്ങൾക്കൊരു പഠനം ഫോക്കസ് ചെയ്തത്. ഇപ്പം നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയോ ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു രീതിയാണ്. നിങ്ങളുടെ സോളിന് വേണ്ടതായിട്ടുള്ള കുറച്ച് പഠനങ്ങൾ അതാണ് നിങ്ങൾ നടത്തുന്നത്. ആൻഡ് വാവ്, 10 ഓഫ് പെന്റക്കിൾസ്, മെറ്റീരിയലിസ്റ്റിക്കൽ അബൻഡൻസ്, സ്റ്റെബിലിറ്റി, ഫാമിലി, ഹാപ്പിനെസ്, കമ്മിറ്റ്മെന്റ്. മാരേജ് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ കമ്മിറ്റ്മെന്റ്, ചൈൽഡ് ബർത്ത് ആഗ്രഹിക്കുന്നവർക്ക് അത് വരുന്നുണ്ട്. ആൻഡ് ഫിനാൻസ് സ്റ്റക്ക് ആയിരുന്നവർക്ക് വളരെയധികം ഫിനാൻഷ്യൽ ബാക്കപ്പ് വരുന്നു. നിങ്ങളുടെ മണി ഫ്ലോ റൈറ്റ് ആയിട്ട്
വരുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഒരു വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. ന്യൂ ഇയർ, ന്യൂ മന്ത്. നിങ്ങൾക്ക് ഈ ഒരു മാസം പറയാൻ സാധിക്കുന്ന അഫർമേഷൻ നോക്കാം. ഐ ലീവ് ഇൻ ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. യെസ്, നിങ്ങൾക്ക് എത്ര അവസരങ്ങളാണ് ഉള്ളത് എന്നുള്ള തിരിച്ചറിവാണ്. അതായത് ഇവിടെ ഒരു അടിസ്ഥാനപരമായ എനർജി പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകളെ മോണറ്റൈസ് ചെയ്യാനായിട്ട് ഉള്ള സ്കില്ലാക്കി നിങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട്. അതാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം, അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ബേണിംഗ് ഡിസയർ ആയിട്ട് നിൽക്കുന്നത്. അതിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.